ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഷോർട്ട് സെല്ലിംഗ് ആയിരുന്നു. അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗ് ആണ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇന്ന് ഒരു ചെറിയൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് കണ്ട ഈ ഒരു ബ്രേക്ക് ഡൗണിൽ തന്നെ ഞാൻ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ട്രേഡ് എടുത്ത് അപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ എനിക്ക് ഹോൾഡ് ചെയ്യാമായിരുന്നു, പക്ഷേ എനിക്ക് എനിക്ക് ഈ ഒരാഴ്ച ഫുള്ള് അത്യാവശ്യം ചെറിയ കുഴപ്പമില്ലാത്ത പ്രോഫിറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരാഴ്ച ഫുള്ള് ഒരു പ്രോഫിറ്റിൽ തന്നെ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ട്രേഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ടാർഗറ്റ് അച്ചീവ് ആയപ്പോൾ തന്നെ ഞാൻ എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാമായിരുന്നു, അത്യാവശ്യം നല്ലൊരു ടാർഗറ്റ് അടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ എപ്പോൾ വേണോ ഒരു റിവേഴ്സിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വലിയ റിവേഴ്സിൽ, കാരണം നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴൊക്കെ ഒരു ഫോളോ വന്നിട്ടുണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു റിവേഴ്സിൽ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. 2 ദിവസം മുമ്പത്തെ ചാർട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫോളോ വന്നതിന് ശേഷം നല്ലൊരു റീട്രേസ്മെൻറ്റിലെ എല്ലാ ട്രേഡേഴ്സിനെയും എക്സിറ്റ് അടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഒരു റീട്രേസ്മെൻറ്റ് ഞാനൊന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനത്തെ വലിയൊരു റീട്രേസ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഫോളോ വന്നിട്ട് ചെറിയൊരു റീട്രേസ്മെൻറ്റിൽ തന്നെ കണ്ടിന്യൂ മൂവ്മെൻറ്റ് വരുന്നു. അതിനുശേഷം നല്ലൊരു ഫോളും വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഫോളോ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ അത്യാവശ്യം നല്ലതായിരുന്നതിന്. കുഴപ്പമില്ല, എന്തായാലും നമ്മൾ മാർക്കറ്റിൽ സർവൈവ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തുള്ള ദിവസങ്ങൾ, ചില ദിവസങ്ങൾ നമുക്ക് മിസ്സാവും. ഇന്നലെ ഒരു അത്യാവശ്യം നല്ലൊരു ഹ്യൂജ് പ്രോഫിറ്റിലായിരുന്നു ഞാൻ നിന്നിരുന്നെങ്കിൽ മേ ബി ഞാൻ ഈ ഒരു ട്രേഡ് എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നു. പക്ഷേ ഇന്നലെ എനിക്ക് ചെറിയൊരു പ്രോഫിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നും കൂടുതൽ ഗ്രീഡി ആവണ്ട എന്ന് കരുതിയിട്ടാണ് നിൽക്കാത്തത്. നമുക്ക് ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റമാണ് നമുക്ക് ലോങ് റണ്ണിലും കാണാൻ പറ്റുന്നത്. ഈ ഒരു ദിവസം, അതായത് വെനസ്ഡേ ഒരു ക്രിട്ടിക്കൽ മൂവ്മെൻ്റ് ആയിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നത് വെനസ്ഡേയിലൊരു റിവേഴ്സിൽ നല്ല അത്യാവശ്യം തിരിച്ച് കയറും എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. നമ്മൾ ലോങ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലിൽ നിൽക്കുകയായിരുന്നു ബുധനാഴ്ച. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം നല്ലൊരു റീട്രേസ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഹയർ ഹൈ പൊട്ടിക്കും എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനിടയിലാണ് ന്യൂസും കാര്യങ്ങളൊക്കെ വന്നത്. FLL കുറേ പേര് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഫുള്ള് കുറേ പേര് വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് കണ്ടിന്യൂസ് എത്ര നാൾ മൊമെൻറ്റം കാണും എന്നറിയത്തില്ല. പിന്നെ ചില സ്റ്റോക്സൊക്കെ ഓവർ പ്രൈസ്ഡ് ആണ്. അപ്പോൾ ഒരു കറക്ഷൻ എന്തായാലും അത്യാവശ്യമാണ്, മാർക്കറ്റിന് അനിവാര്യമാണ്. അപ്പോൾ ഈ കറക്ഷൻ എത്ര ദിവസം പോകും എന്നറിയത്തില്ല. എന്തായാലും മൺഡേ 2 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ട്രേഡ് ചെയ്യാം. പക്ഷേ എന്നാലും ഒരു കണ്ടിന്യൂസ് ഡൗൺ മൂവ്മെൻ്റ് ആയിരിക്കും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇനി അടുത്ത ഒരു സപ്പോർട്ട് ലെവൽ ഈ ഒരു റേഞ്ചിലായിരിക്കും. പിന്നെ ഒരു 80,000-ൻ്റെ ഒരു ഇതുണ്ട്, റൗണ്ട് നമ്പർ ഉണ്ട്. അപ്പോൾ അതും അത്യാവശ്യം ഒരു ക്രിട്ടിക്കൽ മൊമെൻറ്റോ ആണ്. സെൻസെക്സിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലും സെയിം അവസ്ഥ തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു സെല്ലിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സെല്ലിംഗ് എത്രത്തോളം കാണും എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ട്രേഡേഴ്സിന് അത്യാവശ്യം നല്ലൊരു വീക്കായിരിക്കും. കാരണം കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയോ നോക്കുകയാണെങ്കിൽ ഒട്ടും മൊമെൻ്റ് ഇല്ലാതിരുന്നതായിരുന്നു. നമുക്ക് കാണാം, ജസ്റ്റ് ഒരു റേഞ്ച് മാർക്കറ്റ് ആയിരുന്നു പൊതുവെ കണ്ടിരുന്നത്. പക്ഷെ അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പം അത്യാവശ്യം നല്ല മൂവ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ട്രേഡേഴ്സിന് അത്യാവശ്യം നല്ലൊരു മാർക്കറ്റാണ് കാണാൻ ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു ലെവൽ വരെ എക്സ്പെക്റ്റ് വേണമെങ്കിൽ ചെയ്യാം. ഈ ഒരു ലെവലിൽ താഴോട്ട് വരും എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഇവിടെ വന്നിട്ടായിരിക്കും മേ ബി ബൗൺസ് ചെയ്ത് കയറുന്നത്, അറിയത്തില്ല, നോക്കാം. ചിലപ്പം കണ്ടിന്യൂസ് ഫോളോ തന്നെ വരാം. കാരണം ഇവിടെ ഒരു ഡബിൾ ടോപ്പൊക്കെ അടിച്ചിട്ടുണ്ട്. ഈ ഒരു ഫോർമേഷൻ പൊതുവെ ബെയറിഷ് സൈഡാണ് കാണാറ്. എന്തായാലും ഏതുവരെ പോവും എന്ന് നമുക്ക് നോക്കി വെക്കാം. ലോങ് റണ്ണിൽ ഇവിടെ അത്യാവശ്യം നല്ലൊരു സപ്പോർട്ടാണ്. ആ ഒരു സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് ഈ ഒരു റെസിസ്റ്റൻസ് ഒക്കെ ബ്രേക്ക് ചെയ്യുമോ ഇല്ലയോ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ന്യൂസ് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം കുറേ സ്റ്റോക്സ് ഡൗൺ ആയിട്ടുണ്ട്. IT സ്റ്റോക്സാണ് കൂടുതൽ ഡൗൺ ആയിട്ടുള്ളതെന്ന് തോന്നുന്നു. കാരണം US-ൻ്റെ താരിഫ് പ്ലാനും കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്.
എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീക്ക് നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നതെന്ന്. ഞാൻ ഒരു റീട്രേസ്മെൻറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് കണ്ടിന്യൂസ് ഫോളോ, ഇത്രയും നല്ലൊരു ഫോളോ വന്നിട്ടുണ്ട്. ചെറിയൊരു റീട്രേസ്മെൻറ്റെങ്കിലും കാണിച്ചിട്ട് ഇനി എന്തായാലും ഒരു ഫോളോ വരും എന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. എന്തായാലും നെക്സ്റ്റ് വീക്ക് നമുക്ക് നോക്കാം. ഈ ഒരു വീക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീക്കായിരുന്നു. എന്തായാലും നെക്സ്റ്റ് വീക്ക് പുതിയ ട്രേഡുമായിട്ട് വരുന്നതാണ്.